ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ടർബോയുടെ മൂന്നാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നുചെല്ലാം. ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 1041 ഷോകളാണ്. 1,80,000 മുകളിൽ ആളുകൾ കണ്ടപ്പോൾ 57% ഓക്യുപ്പൻസിയിൽ ഇതുവരെ 27 ഹൗസ്ഫുള്ളും 150 മുകളിലുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് ട്രാക്കേഴ്സ് പറയുന്നത്. 2,80,00,000 രൂപയാണ് ഇതുവരെ ലഭിച്ചതായി പറയുന്നത്. പ്രൊജക്റ്റഡായിട്ട് പറയുന്നത് ഇന്നലത്തേക്കാളും മുകളിലാണ്, ഏകദേശം 5% എന്ന് തന്നെ പറയാം. 3,30,00,000 രൂപയോളമാണ് അവർ പറയുന്നത്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 10 കോടിക്ക് മുകളിൽ കയറിയ, കേരളത്തിൽ നിന്ന് മാത്രം കയറിയ ഈ ഒരു സിനിമ ഇന്നും ഏകദേശം 4 കോടിക്ക് മുകളിലായിരിക്കും കളക്ഷൻ എന്നുള്ളതാണ്. ആദ്യ ദിനം 6,20,00,000 രൂപയായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം 3,80,00,000 രൂപയോളമായിരുന്നു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇന്ന് 3,95,00,000 4 കോടിയിലേക്കായിരിക്കും സിനിമ എത്താൻ പോകുന്നത്. ഇതിനോടകം തന്നെ സിനിമ 15 കോടി ക്ലബിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രമായി കയറുന്നു, അല്ലെങ്കിൽ അതിനടുത്തേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. ട്രാക്കേഴ്സ് മുഖാന്തരം നമുക്ക് കിട്ടുന്ന ലഭ്യമായ വിവരങ്ങൾ 11,50,00,000 രൂപയ്ക്ക് അടുത്താണ് എന്നുള്ളതാണ്. വേൾഡ് വൈഡായിട്ട് ഗംഭീരമായിട്ടാണ് സിനിമയുടെ പെർഫോമൻസ് നടക്കുന്നത്. ആദ്യ ദിനം മാത്രമായി 17.5 കോടി കിട്ടിയ സിനിമ 2 ദിവസം കൊണ്ട് 30 കോടിയോളമാണ്, 31 കോടി എന്നാണ് ലഭ്യമായ വിവരം. മൂന്നാം ദിവസമാകുമ്പോഴത്തേക്ക് 46 കോടിക്ക് അടുത്ത് കിട്ടും. നാലാം ദിവസമായ ഞായറാഴ്ച കൊണ്ട് 50 കോടി കടക്കും എന്നുള്ളതാണ്. അതായത് നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് സിനിമ 50 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളതാണ്. ഇതിനോടകം കനത്ത ഡീഗ്രേഡിങ് നടക്കുന്ന ഈ ഒരു സിനിമ കണ്ടവരെല്ലാവരും കൈയടിച്ച് പോകുന്നു. പല വീഡിയോസും നമ്മളുടെ ചാനലിലും മറ്റ് ചാനലുകളിലും കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ആളുകൾ എത്രത്തോളമാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എൻജോയ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തായാലും രജനീകാന്തിൻ്റെ പടവും വിജയുടെ പടവും ഒക്കെ കൈയടിക്കുന്ന മലയാളികൾക്ക് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും നമുക്കൊരു പറയാം, അതൊരു പക്ഷഭേദം മാത്രമാണ് എന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ജയിലർ പോലെയുള്ള സിനിമകൾ നമ്മൾ കണ്ട് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഈ ഒരു സിനിമ, ഈ ഒരു ഏജിൽ രജനീകാന്തിന് ചെയ്യാൻ കഴിയുന്നതിന് മുകളിൽ മമ്മൂട്ടി ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നു, മലയാളത്തിൽ തമിഴിനെയും തെലുങ്കിനെയും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും വില്ലുന്ന നടൻ ഒരാളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മളുടെ മമ്മൂക്ക ഈ ഒരു സിനിമയിലൂടെ വീണ്ടും ഒരു 100 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് 3 ദിവസം കൊണ്ട് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് 40 കോടിക്ക് മുകളിലേക്കാണ്. 2 ദിവസം കൊണ്ട് തന്നെ സിനിമ 30 കോടിക്ക് മുകളിലേക്ക് കയറി. മൂന്നാം ദിവസം സിനിമ 40 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാളെ കൊണ്ട് സിനിമ 50-55 കോടിയിലേക്ക് എത്തുമെന്നുള്ളതിനാണ്. ഒരുപക്ഷെ 60 കോടി കടന്നാലും സംശയിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഞെട്ടാൻ ഒന്നുമില്ല എന്നുള്ളതിന്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.